ഡൽഹി റെഡ് ഫോർട്ട് സ്ഫോടനത്തിൽ ഭീകരർ കൂടുതൽ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ട്. NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിയമസഭ, ബാപ്പു ഭവൻ എന്നിവ ആക്രമിക്കാൻ ഭീകരർ പദ്ധതിയിട്ടു. സ്ഫോടനത്തിനായി AI സംവിധാനം ദുരുപയോഗം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ചെങ്കോട്ട സ്ഫോടന കേസിലാണ് ഇപ്പോൾ NIAയുടെ കുറ്റപത്രം. അതിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. എവിടങ്ങളിലൊക്കെ ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നാണ് കുറ്റപത്രത്തിലുള്ളത്? ദിവ്യ, കഴിഞ്ഞ വർഷം നവംബർ 10 ഡൽഹിയിലെ ചെങ്കോട്ട സമീപത്ത് നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മെയ് 14 തീയതി NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള 7500 പേജിലെ കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ ഭീകരർ കൂടുതൽ മേഖലകൾ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഡൽഹി നിയമസഭ, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ബാപ്പു ഭവൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതിയാണ് ഈ ഭീകരർ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ IED നിർമ്മിക്കുന്നതിനായി ChatGPTയിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഇവർ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ഫോടനത്തിനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി AI സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യം കൂടി NIA ഈ കുറ്റപത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തായാലും NIA മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ IED സ്ഫോടനങ്ങൾ, IED വസ്തുക്കളടക്കം ഉപയോഗിക്കുന്നതിനും അവ ശേഖരിച്ചു വെക്കുന്നതിനായി പ്രത്യേക ലാബുകൾ ഇത്തരത്തിൽ ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭീകരർ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സാങ്കേതിക സഹായങ്ങൾ നിരവധി മേഖലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വലിയ ഗൂഢാലോചനയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു NIA നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ രാജ്യത്തെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വമ്പൻ പദ്ധതികൾക്കാണ് ഈ ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ NIAയുടെ പ്രത്യേക കുറ്റപത്രത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. ദിവ്യ, NIA കുറ്റപത്രത്തിലാണ് ഭീകരർ കൂടുതൽ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടതായി പറയുന്നത്. റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.